ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 12:30 ഒക്കെ ആയി കാണാം. ഞാൻ നോക്കിയിട്ടില്ല. ആൻഡ് ഉറക്കം വിളിച്ച് നിന്ന് എൻ്റെ മുഖത്തിൽ കാണാറുണ്ട്. ആൻഡ് അപ്പോൾ ഇന്ന് നമ്മൾ പാതിരാത്രിക്ക് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കൊച്ചി എയർപോർട്ടാണ് പോകുന്നത്. എന്തിനു വേണ്ടി? ചേച്ചി നാട് കടത്താൻ വേണ്ടിയിട്ട്. എങ്ങോട്ട്? UK. എത്ര മണിക്ക്? 5:30 നമുക്ക് ചേച്ചിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുകയാണ്. ചേച്ചി നേഴ്സിംഗ് പഠിക്കാൻ പോവാണ്. ആൻഡ് വളരെ ബിസി. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എന്ന് ഞാൻ പറയും. പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാവരുടെ റിയാക്ഷൻ നമ്മൾ കാണാൻ പോവുകയാണ്. ചേച്ചിയുടെ റിയാക്ഷനും എല്ലാവരുടെ റിയാക്ഷനാണ്. ചേച്ചി കരയുന്നൊക്കെ കാണാം. എല്ലാവരും ഇവിടെ ഒരാൾ വേണ്ട പെട്ടിയൊക്കെ കയറ്റി നമ്മൾ ഇറങ്ങാൻ പോകുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മള് കറി കയറാൻ പോണേ. ഇതേണ്ടോ നിൽക്കും വെള്ളപ്രാർത്ഥന പോലെ പ്രഥം എല്ലാ വെള്ളപ്രഥ ഞാനുൾപ്പെടെ. ഓ ഗൈസ്, നമ്മുടെ ഇത് കിട്ടുപോയി, ലൈറ്റ് ഇട്ടുപോയി, നമുക്ക് കാണത്തില്ല. നമ്മളിപ്പോൾ കാറിലാണ്. ഓക്കെ, ചേച്ചിക്ക് എന്താ ചേച്ചി വരാനുള്ള? ചേച്ചി എന്താ എന്നെ മിസ് ചെയ്യൂ? ജോക്കണ്ണ മിസ് ചെയ്യൂ? കരയും ഉറപ്പുള്ള കാര്യമില്ല. കരയും, നമ്മൾ കരയും. ഞാൻ കരയില്ല, പക്ഷെ ചേച്ചി കരി ഉറപ്പാണ്. ചാറ്റ് പറയുമ്പോൾ ഉറപ്പ് കാര്യം. ജോക്കണ്ണ അവൻ എന്തായാലും കരയും. ഞാനും നോക്കാവേ. അവൻ ചത്താലും കാര്യത്തില്ലെന്നാ പറയണേ. നോക്കാം, നോക്കേണ്ട കാര്യം. നമ്മള് കാറില് ഫ്ലാഷ് ഇട്ടിട്ട് സമയം 12:40. അത്രേ ആയിട്ടുള്ളൂ. ഉറക്കം വരുന്നുണ്ട്. എന്തുവായത്? എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറക്കമില്ല. ഇതിനൊരു കൂസില്ലാതെ ഇരിക്കുന്നത്. എന്ത് ജീവി ഇത്? ഇതിൽ പറ എന്ത്? എന്താ ഞാൻ രാത്രി ഇരുന്ന് ചേച്ചിയുടെ മുടി സ്ട്രൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് പറയാ ചുരുണ്ട് വീണ്. വൈകുന്നേരം 6 മണിയായി. പനി 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് വന്നു വീട്ടില്. പിറ്റേ ദിവസം 10 മണി അവരെ കൊണ്ടുപോകാൻ പറഞ്ഞത്. എന്റെ മുടിയിരിക്കണം. നമ്മള് എയർപോർട്ടിലെത്തി ഗൈസ്. നമ്മളുടെ അവസാനം ചേച്ചി പോവാണ് ഗൈസ്. ഞങ്ങള് ചേച്ചിയുടെ ബോട്ടിൽ ഞാൻ കട വളർത്തുന്നു. സുന്ദരി ഞാനുണ്ടാനോ? ചേച്ചി ഉന്തി പഠിക്കട്ടെ. അവിടെ വരെ ഉന്താനുള്ളതല്ലേ. ഞാൻ ഇവിടെ ഇത് വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നു. ചേച്ചി ഇവിടെ കഷ്ടപ്പെടുമ്പോ ഒരു 2, 3, 4, 5, 6 ബോട്ട്
ആ ഡിപ്പാർട്ട്മെന്റ് ഈ ബ്രൈറ്റ്നസ് ഇതിന്റെ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറച്ചിട്ട് എടുത്തേ. ബ്രൈറ്റ്നസ് പറഞ്ഞില്ല. ഇതിക്കുള്ള ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആശ്വസിപ്പിക്കുന്ന കാഴ്ച എനിക്കാണ്. ഈ പെട്ടി റാപ്പ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് മാത്രം വന്നു. എനിക്ക് വേണ്ട, എനിക്കുള്ളത് മൊത്തം വീട്ടിൽ നീ മുന്തിക്കൊണ്ട് പോകും, പുറകെ വന്നോളൂ. അവള് പുറകെ വരും, നിങ്ങൾ ഒരാൾ മുന്തി പോകും. എനിക്കൊരു റിയാക്ഷൻ ഇല്ല. ആ എന്നാ ആയിക്കോട്ടെ. എനിക്ക് ചേച്ചി പോയിട്ടും എനിക്കിതൊന്നും തോന്നാത്തേന്ന് എൻ്റെ വിചാരം. എനിക്കെന്തൊന്നും തോന്നാത്തേ. അതെ, ചേച്ചി പോയി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് നമുക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ശാന്തതയാണ് വീട്. പിന്നെ ഇപ്പോൾ പോയാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ശാന്തത തന്നെയാണ്. ഈ ജോക്കൂടെ അങ്ങനെ പോയാലും ഉള്ളൂ ഒരു ശാന്തത. ചേച്ചി ഉള്ളിലാണ്. എന്താ തോന്നണേ? അമ്മ തന്നെ മാസ്ക് വെച്ചേക്കണേ. എനിക്കൊക്കെ തോന്നണേ ഇതിൻ്റെ ഉള്ളിലാണ് ചേച്ചി. ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ. എന്തുവാ ഇത്? ചേച്ചി അകത്ത് തേണ്ട പോകണ്ട. ഇവിടെ നമ്മളിവിടെ 3:30 വരെ ഇവിടെ ഇരിക്കണം. ഇവിടെ ചേച്ചി അതിൻ്റെ അകത്ത് കയറി കുറേ സാധനങ്ങൾ തൂക്കി നോക്കാനും ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഇതുപോലെ ഇങ്ങനെ എനിക്കൊന്നും തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവർക്കും സന്തോഷത്തിലാണ്, ഞാൻ മാത്രം സങ്കടത്തിലുള്ളൂ. മോള് പോകേണ്ട ഒരു സങ്കടം. ഓ നീ ചിരിച്ചോണ്ടോ ഇങ്ങനെ?
നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ് ഇതിൽ വാ ലിഫ്റ്റിലോ നമ്മൾ ചേച്ചി അവിടെ എല്ലാ സെറ്റായിട്ട് അവിടെ ഇരിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. ഓ ഓണാണോ വീണാണോ അവിടെ നിൽക്കണുണ്ടോ? ഞാൻ ഇത് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇത് കണ്ടിട്ടില്ലേ? ഈ പെട്ടി വീണ് ആർക്കറിയാം, കണ്ടിട്ടില്ല. നമ്മൾ വീട്ടിൽ പോകാൻ സമാധാനം ഇത് പോയി സ്വസ്ഥമായിട്ട് തുറന്ന് ഉറങ്ങണം. അതാണ് ഏറ്റവും ഒന്നാമതേ ജലദോഷം. ചേച്ചിയുടെ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ സുഖമായിട്ടായിരുന്നു ഉറങ്ങിയിട്ട് കാറിൽ. എന്താ അമ്മ കുറച്ച് സ്പീഡിലൊക്കെ നടക്കണ്ടേ? ബോയ് ഫ്രണ്ട് പെണ്ണ് ഇരിക്കണുണ്ടോ? കാല് തുണിയുണ്ടോ? തുണിയുണ്ടോ? അമ്മ അങ്ങനൊന്നും പറയില്ലേ. നമ്മളെ ലിഫ്റ്റിൽ കയറാൻ മണീസ് ബൈ ബൈ. Oh man, guys. What a view, man. Oh, there. See. എന്നോട് വരെ കാണും. എന്നെ വിളിച്ചെടുക്കും. മര്യാദ ഈ ജോക്കറ്റ് എടുത്ത് കിടന്നോണം. നേരത്തെ വിളിക്കാം. ഇല്ല ഇല്ല, ഞാൻ എൻ്റെ റൂമിലേക്ക് കിടക്കും. പിന്നെ ഇവൻ ഇനി ഒറ്റയ്ക്ക് എടുക്കട്ടെ. ഇത്രയും പ്രായമല്ലേ, ചെറുക്കാനല്ലേ. അല്ല ഇന്ന് നാളെ ആയാലും ഞാൻ എൻ്റെ റൂമിലാണ്. നേരത്തെ വിളിക്കാൻ വേണ്ടി വേണ്ട, നേരത്തെ വിളിക്കണം. ഞാൻ അലാറം വയ്ക്കുന്നില്ല. എനിക്ക് എൻ്റെ എപ്പോഴാണ് ഓർക്കാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ കൊച്ചിൻ ഇന്റർനാഷണൽ എന്തോ പോയാ ഗേറ്റിൽ കൂടെ. നമുക്ക് ചേച്ചി നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ട് കാണും അല്ലേ? ചേച്ചി 3 വർഷം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. അശി അടുത്ത വർഷം അശി ഇതിനാണോ ഇത്ര സെന്റിമെന്റലായത്? എന്തോ ഇമോഷണലായത്. അതറിയത്തില്ല. എല്ലാ കാറും ലെഫ്റ്റിലോട്ടാ പോക്കോണ്ടെങ്കിൽ നമ്മള് കണ്ടതല്ലേ. സമയം 3:36. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോഴാണ് ഒരു ഇത് വന്നത്. ഇത്ര നേരം അയ്യോ അയ്യോ എൻ്റെ അമ്മേ, അയ്യോ എൻ്റെ അമ്മേ പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അകത്ത്, ഈ സാധനത്തിന്റെ അകത്ത് കണ്ടോ ഒരു എയർപ്ലെയിൻ? കണ്ടോ കണ്ടോ നോക്ക് നോക്ക് നോക്ക്. പോട്ടെ, അതിന് കണ്ണൂരാണോ? നോക്കണം അങ്ങോട്ട്. ദേടാ എവിടെയായിട്ടാ ഞാൻ അതിന്റെ അത് കണ്ടു. അപ്പൊ അവള് മനസ്സിലാക്കിത്തേ മറ്റേ സാധനം എന്നാ മണ്ണസ്. ഇതാണ് മണ്ണസ്. ഏത് ഫ്ലൈ ഇതിന്റെ ഈ അറ്റം കണ്ടിട്ടാണ് ഞാൻ എയ്റോപ്ലെയിനിന്റെ വല നോക്കി ഇതാക്കാന്ന്. വ്യൂ ഇഷ്ടം കൂടാൻ വയ്യോ കുട്ടിപ്പെണ്ണേ. ഇതൊക്കെ ചേച്ചിയാണ്.
അവന് നാണമാണ് ഗൈസ്. നാണം. അപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീട്ടിലുള്ള ബൈ.